ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കിറ്റൂര റിസർവ് എന്ന് പറഞ്ഞിട്ടുള്ള അടിപൊളി പ്ലേസ് വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് നാദൽ ശിവയിലാണ് കേട്ടോ ഈ ഒരു സ്ഥലം വരുന്നത്. അധികം എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ലാത്തൊരു പ്ലേസാണ്. ഞാൻ ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോ കണ്ടിട്ടാണ് ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യുന്നത്. പറഞ്ഞ പോലെ തന്നെ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു പ്ലേസ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള നല്ല പാർക്ക്, നല്ല എന്താ പറയുക കപ്പിൾസിനൊക്കെ വന്നിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുള്ള ചെറിയ ചെറിയ സ്പോട്ടുകൾ, ടീ ഒക്കെ കുടിച്ചിട്ട് വൈകുന്നേരം ഈവനിങ്ങിലൊക്കെ ഇരിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലം. അതുപോലെ തന്നെ നല്ല എന്താ പറയുക ഫോട്ടോസ് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ബാക്ക്ഗ്രൗണ്ട്സിലെ ചെറിയ ചെറിയ സ്പോട്ടുകൾ കുറേ ഉണ്ട് കേട്ടോ. ഈ ഒരു സ്പോട്ട് നിങ്ങൾ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. അവിടുന്ന് ഫോട്ടോ എടുത്ത സമയത്ത് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഞാനിതാ നല്ല കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ പോവാണ്. നല്ല രസമുണ്ട് കേട്ടോ, നമുക്കിങ്ങനെ പതുക്കെ നടന്ന് എല്ലാം എൻജോയ് ചെയ്തിട്ട് കാണാൻ പറ്റിയ സ്ഥലമാണ്. ഇങ്ങനെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്, കാർട്ടൂൺസ്, അതുപോലെ എന്താ പറയുക ചില സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പുകൾ, അതുപോലെ തന്നെ ചെറിയ എന്താ പറയുക ടീ ഷോപ്പുകളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ സ്പോർട്ട് വെയേഴ്സ്, പിന്നെ ഇതുപോലെ തന്നെ എന്തുണ്ടെന്ന് അറിയാം നമ്മൾ ടർഫില്ലേ, ടർഫ് കളിക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലം എല്ലാം ഇവിടെ തന്നെയുണ്ട്. എന്താ പറയുക അതിനുള്ളിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു 2-3 ഹവേഴ്സൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ അത്. ഈ പറഞ്ഞ പോലെ ഇത് ഒരു വെയിലൂടെ പോയാൽ പുതിയൊരു വേൾഡ് തുറക്കുന്നു. അതായത് അവിടെ ഫുള്ള് ടീ ഒക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പാർക്ക്, ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കാൻ പറ്റിയുള്ള സ്ഥലം. ഫുഡുകളും അവിടെ അവൈലബിൾ ആണ് കേട്ടോ, നമുക്ക് ഫുഡും അവൈലബിൾ ആണ്. അങ്ങനെ ആ സ്ഥലമൊക്കെ കണ്ടിട്ട് നമ്മൾ എന്താണ് പുറത്തിറങ്ങി കേട്ടോ. ഇതിൻ്റെ കൂടുതൽ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് അവിടെ പോയാൽ തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ പുറത്തിറങ്ങിയാൽ അതിനേക്കാൾ എക്സ്പ്ലോറിങ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ് നമ്മൾ എത്തുന്നത് എന്താ വെച്ചാൽ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ട് ഒരു ബ്ലാക്ക് പ്ലക്കാർഡ്സ് ഒക്കെ, എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടമായത് കേട്ടോ. കോഡ്സ് ആണ് കേട്ടോ, ഒരുപാട് കോഡ്സ് എഴുതി വെച്ചിട്ടുണ്ട്, ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരുപാട് കോഡ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോകുന്ന സമയത്ത് എല്ലാം വായിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് തന്നെ പോവുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ എന്താ പറയുക പഴയ കാലത്തെ കുറേ കാർസിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ. പഴയ കാലത്ത് എന്താ പറയുക നമ്മളിതുവരെ ഫോട്ടോസിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള ഒരുപാട് കാർസിൻ്റെ കളക്ഷൻസ് എനിക്ക് കാണാൻ പറ്റി. ഞാൻ അവിടെ നിന്നൊക്കെ ഒരുപാട് ഫോട്ടോസ് എടുത്തു കേട്ടോ. ഫോട്ടോസ് എടുക്കാൻ ഒരുപാട് നല്ല നല്ല അടിപൊളി പ്ലേസസ് ഉണ്ട് കേട്ടോ അവിടെ. ഫോട്ടോ ഇന്നെപ്പോലെ എന്താ പറയുക കുറച്ച് ഫോട്ടോ എടുക്കാനും പോസ്റ്റ് ചെയ്യാനും റീൽസ് ചെയ്യാനും ഒക്കെ താല്പര്യമുള്ളവർക്കാണ് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് കിറ്റൂര റിസർവ്. അതുപോലെ തന്നെ കുറേ കൺട്രീസിൻ്റെ ഫ്ലാഗ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്പോട്ടൊക്കെ റീൽസൊക്കെ എടുക്കാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അധികം റഷ് ആയിട്ടുള്ള ഏരിയ അല്ല. പിന്നെ BMW ഒരു കളക്ഷൻ തന്നെ അവിടെ ഉണ്ട് കേട്ടോ. എനിക്ക് പിന്നെ കാസിനെ കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഒതുക്കി. എനിക്ക് സത്യം പറഞ്ഞാൽ അത് വലിയ അറിവില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ കാസൊക്കെ എൻജോയ് ചെയ്യുന്നവർക്ക് അതൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ അവർ റെഡ് കാറും അടിപൊളിയായിരുന്നു. അവിടുന്നും ഞാൻ ഒരുപാട് ഫോട്ടോസ് എടുത്ത്. പിന്നെ ഈ ഒരു പാർക്ക് എന്താ പറയുക ഈവനിങ്ങിലൊക്കെ നമുക്ക് ഇരിക്കാനും കുറേ ഫാമിലിയൊക്കെ ആയിട്ട് സംസാരിക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പാർക്കിംഗ് സൗകര്യം അടിപൊളിയാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. പല സ്ഥലത്തും പോയാലും നമുക്ക് പാർക്കിംഗ് അധികം കിട്ടാറില്ല, പക്ഷേ ഇവിടെ പാർക്കിങ്ങും നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ നൈറ്റായി തുടങ്ങിയപ്പോൾ എന്തായി ലൈറ്റ്സ് ഒക്കെ വന്നു തുടങ്ങി. അതായത് നല്ല ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവിടെ ചെന്ന സമയത്ത് ഈവനിങ് ആയിരുന്നു, പക്ഷേ ഏകദേശം ഈ നൈറ്റ് ടൈം ആയപ്പോൾ അതിനേക്കാൾ ഭംഗിയുണ്ട് കാണാൻ. ലൈറ്റിങ്സ് ഒക്കെ വന്നപ്പം നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ലൈറ്റ്സ് വന്നപ്പം ഒന്നുകൂടെ അടിപൊളിയായി. എനിക്ക് തോന്നി ഒന്നുകൂടെ രസമുണ്ട്. എന്താ പറയുക ലൈറ്റ്സ് ഒക്കെ വന്നപ്പോൾ നോർമലി ദുബായിൽ ലൈറ്റ്സ് വരുമ്പോഴാണ് ഏത് ബിൽഡിങ്സ് ആയാൽ പോലും കാണാൻ ഭംഗിയുണ്ടാവുക. അതുപോലെ തന്നെ അവിടെയും ആ ലൈറ്റിങ്സ് ഒക്കെ വന്നപ്പോൾ ഇപ്പോൾ നേരത്തെ കണ്ട നമ്മൾ ആ ഫ്ലാഗ്സ് ഒക്കെ കണ്ടിട്ടുള്ള സ്ഥലമൊക്കെ കണ്ടില്ലേ, ഒന്നുകൂടെ ഭംഗിയായി കാണാൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറിയ സമയത്ത് കണ്ടിട്ടുള്ള 2024 ഒക്കെ ലൈറ്റ്സ് വന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഷെനൂസ് വേൾഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു പ്ലേസ് ഇഷ്ടപ്പെട്ടാൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യുക. താങ്ക്